ഇടി അടി കുത്ത് തിന്നിട്ട് പൊക്കോ. ദേവപ്രിയയുടെ പ്രശ്നങ്ങളാണ് കാണുന്നത്. ദേവപ്രിയനെ എന്തു വേണമെങ്കിലും ചെയ്യാം. ടെൻഷനും സ്ട്രെസ്സും വ്യത്യാസമുണ്ട്. കൊട്ടാരക്കര അമ്പലത്തിന്റെ അടുത്തേക്ക് പോയി ക്യാമ്പസ് കാണിച്ചാൽ സ്വന്തമായിട്ട് ഫാം ഉണ്ട്. ഹലോ, കോഴിക്കോട് നിന്നും കൊല്ലത്തേക്കുള്ള യാത്രയിലാണ്. IIT ക്യാമ്പസിലെ CA സ്റ്റുഡൻസിനുള്ള ക്ലാസ്സിലേക്കുള്ള യാത്രയിലാണ്. അതിഗംഭീര മഴ. നാളെ പറയാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസ് കാണിച്ചാലോ, ക്യാമ്പസ് കിഡിലാണ്. കേട്ടെടുത്തോളം CA സ്റ്റുഡൻസ് റെസിഡൻഷ്യൽ ആയിട്ട് കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ക്യാമ്പസാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെന്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ട്സും പോസ്റ്റ് അക്കൗണ്ട്സും പാസ്സായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതെ, ഡൈനിങ് ഹാളിലേക്ക് ഇങ്ങനെ കടക്കുമ്പോ ഓരോ പോയിന്റിലും റോസാപ്പൂ തന്നിട്ടാണ് സ്വീകരിച്ചത്. വഴിനീളെ കനത്ത സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ആ ട്രെയിനിങ്ങിലേക്ക് കടന്നത്. ഗംഭീര പിള്ളേരെ എനർജി പറയാൻ മാത്രമുണ്ട്. എന്താ എനർജി! 9:30 തുടങ്ങി 1:30 വരെ പോയി. CAക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിമാനം നിങ്ങൾക്കില്ലേ? അല്ലേ? അപ്പൊ മക്കളെ, അതിനാകെ ഉള്ളത് കുറച്ച് ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം. ടെൻഷനും സ്ട്രെസ്സും വ്യത്യാസമുണ്ട്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുക. വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് സ്ട്രെസ് അടിക്കുക. കഴിഞ്ഞു പോയി, അയ്യോ കുറച്ച് പൈസ കൊണ്ടുപോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടായിരുന്നു എന്നാണ് ഇയാൾ 5 വർഷമായിട്ട് പറയുന്നത്. ഇനിയും പറയാതെ തന്നെ കഴിഞ്ഞു പോയത് നമുക്കത് ചെയ്യാമായിരുന്നു. ഇതാണ് ടെൻഷൻ. സ്ട്രെസ്, ആങ്സൈറ്റി എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. വരാൻ പോകുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, അതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റും ആക്സെപ്റ്റ് ചെയ്യുക, ഏറ്റവും വേഴ്സ്റ്റ് മൊമെന്റും മുൻകൂട്ടി കണ്ടിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. വാട്ട് ഇഫ് യു വിൻ? ബെസ്റ്റ് മൊമെന്റ് എന്തായിരിക്കും? ഇമാജിൻ ഇറ്റ് ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ്. വാട്ട് കുഡ് ബി ദ വേഴ്സ്റ്റ് മൊമെന്റ് ഇഫ് യു ഫെയിൽ? എന്താണ്ടാവുക? അമ്മ അച്ഛനും പറയും, ഇനിയും പോണോ? ഡിഗ്രിക്ക് പോകാമായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്. എന്നെ കൊണ്ടത് പറ്റൂല എന്ന് മനസ്സിലായില്ലേ? ഇത്രയൊക്കെയല്ലേ സംഭവിക്കാൻ പോണുള്ളൂ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ ഫയർ വാക്കിംഗ് ഒക്കെ നടത്തി. IIT പ്രൊഫഷണൽ ക്യാമ്പസ് കൊല്ലം ജില്ല കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ഫസ്റ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഫോർ CA-CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് ജെനുവിൻ ഫീഡ്ബാക്ക്. ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പഠനത്തിന് തന്നെയാണ്, അല്ലേ? കളികളൊക്കെ ഉണ്ടോ? ബോള്, ക്രിക്കറ്റ്. അത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അവിടെ ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ നിങ്ങൾ തന്നെയല്ലേ ക്ലാസ്സിലുണ്ടായിരുന്നത്? അല്ലേ? ഇത് വേറെ ക്ലാസ്സാ? വേറെ എന്തെങ്കിലും പരിപാടിയാ? തിന്നിട്ട് പൊക്കോ. ക്ലാസ് കഴിഞ്ഞതിന് സന്തോഷം. ഞങ്ങളൊക്കെ കരയുകയും ചെയ്യാം. കുട്ടികളെ കാണാൻ വേണ്ടിട്ട് അവർക്ക് ഇത് ഹോസ്റ്റലിലേക്കുള്ള ബസ്സാ. ഹലോ ഹോസ്റ്റലിലേക്കുള്ള ബസ്സാ. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അടിപൊളിയായില്ലേ? അടിപൊളി. എങ്ങനെയുണ്ട് IIT ക്യാമ്പസ്? എങ്ങനെയുണ്ട് ആ ക്യാമ്പസ്? സാറുമാരൊക്കെ വളരെ കോപ്പറേറ്റീവ്, അടിപൊളിയാണ്. CA ഇഷ്ടപ്പെട്ടു വന്നാണോ? അത് വെറുതെ വന്ന് കഷ്ടപ്പെട്ടു വന്ന് ഇഷ്ടപ്പെട്ടു വന്ന് ബോയ്സ് ഇത് പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. ഇനി ഇവരോട് വെക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്റ്റൽ എന്ന് വെച്ചാൽ വൈബാണ്. 2 വാർഡന്മാർ തകർക്കുകയാണ് അവിടെ. വാർഡന്മാരാണ് ഇവിടെ ഐശ്വര്യം. വാർഡന്മാർ ഈ ഹോസ്റ്റലിന്റെ ഐശ്വര്യം. അങ്ങനെ ഹോസ്റ്റലിലേക്ക് വരട്ടെ. വരും. ഹോസ്റ്റൽ കാണണം എന്ന് പറഞ്ഞവര് ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റൽ കിഡു സ്ഥലം. അതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയില്ല. 1000-ഓളം പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഫാം ഉണ്ട്. എന്തായാലും ഗംഭീര അനുഭവം. ഹോസ്റ്റലിൽ ഞങ്ങൾ എത്തിയപ്പോ പിള്ളേരൊക്കെ കാത്തു നിൽക്കുക. കുട്ടികളൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഹോസ്റ്റലിൽ ചെയ്യാൻ പറ്റുമോ? ആ ആക്ടിവിറ്റി ഒരു 5-6 മിനിറ്റ് ഉണ്ട്. ഞാൻ അതിൽ ഫുള്ളായിട്ട് ആക്ടിവിറ്റി ഇതിലിട്ടിട്ടുണ്ട്. ഇത് ഒരു ആക്ടിവിറ്റിയാ. ഒരാൾക്ക് വരാം. ഇത് കണ്ണടച്ചിട്ട് ഈ തടസ്സം ജീവിതത്തിലെ തടസ്സങ്ങളാണ് ഇത് എന്ന് വിചാരിക്കുക. ഈ തടസ്സം മറികടക്കണം. ഇദ്ദേഹം കണ്ണടച്ച് നിൽക്കുന്നു. ആരെങ്കിലും ഒരാൾ വാ, കണ്ണടച്ച്, ഞാൻ കണ്ണ് കെട്ടിത്തരാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തെ വേറൊരാൾ സഹായിച്ചിട്ട് ആ തടസ്സം കടത്തണം. ഇതാണ് ആക്ടിവിറ്റി. ആരാ വരാ? ആർക്കും വരാം. വരും.
മിടുക്കിക്കുട്ടി ഒന്ന് കൈയടിച്ചു കൊടുക്കൂ. പേര് പറഞ്ഞേ. ദേവപ്രിയ. അവിടെ നിന്നോ, അവിടെ നിന്നാ മതി കേട്ടോ. ഇതിൻ്റെ നടുക്കിലൂടെ പോണം, അതിലൊന്നും തട്ടാതെ. ലൈഫിലെ കുറച്ച് പ്രശ്നങ്ങളാണ് ഇത്, തടസ്സങ്ങളാണ് ഇത്, തടസ്സങ്ങൾ, ബ്ലോക്കുകൾ. ഓക്കെ, അവിടെ നിന്നോ. ദേവപ്രിയ ഒന്നും ചെയ്യണ്ട. ഒരാൾ വന്നിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് ഒരു വളണ്ടിയർ. ഓക്കെ, നിങ്ങൾക്ക് ദേവപ്രിയനെ എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തും ചെയ്യാം. താൻ എന്തു പറഞ്ഞാലും ദേവപ്രിയ അനുസരിക്കും. ഓക്കെ, ദേവപ്രിയയുടെ പ്രശ്നങ്ങളാണ് കാണുന്നത്. ആ പ്രശ്നങ്ങൾ താങ്കൾ സഹായിച്ച് ഒന്ന് കൊണ്ടുപോകണം എന്ന് മാത്രം. തുടങ്ങി. താങ്കളെ കൊണ്ടത് പറ്റും, അതുകൊണ്ടാ. നേരത്തെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് പൊക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ നിഷ്പ്രയാസം പൊക്കിയ ഒരാളെ ബഹിരാകാശത്തേക്ക് വിട്ട ആളാണ്. ഓക്കെ, അതിൽ തട്ടി ഓക്കെ, ഓൾ റൈറ്റ്. വരൂ, ഒരു സെക്കൻഡ് വരൂ. ഞാൻ കൈ പിടിക്കാം. ബാ ദേവപ്രിയ. അടുത്തൊരാൾ വന്നേ. വേറെ എന്തെങ്കിലും ചെയ്ത് ഇദ്ദേഹത്തെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആ തടസ്സം മറികടന്ന് ഇയാൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ അവരനുസരിക്കും. വേറെ ആൾ വന്ന് താനൊന്ന് വന്ന് പറഞ്ഞു കൊടുക്ക്, അവരനുസരിക്കും. തട്ടിയാൽ പോയിട്ടോ. ഓക്കെ, ഇനി ഒന്ന് തിരിച്ചു കൊണ്ടുപോയിക്കോ. തട്ടിയല്ലോ, തട്ടാതെ കിടക്കണം. ആ പ്രശ്നത്തിൽ വിടാതെ തട്ടാതെ ഗായത്രി മുന്നോട്ട് പോകണം. ആർക്കാ സഹായിക്കാൻ പറ്റുക? ശ്രമിച്ചു നോക്കും. ആദ്യം തന്നെ നമുക്കൊരു ഗുണ്ടായിസം ഉള്ള ആളെ കിട്ടിയ അയാൾ പ്രശ്നമൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്ത് വേറൊരാള് ആ കസേര എടുത്ത് മാറ്റിയാൽ പോരെ എന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ, അവിടെ നിർത്തി കഴിഞ്ഞു. ഇതാണ് നമ്മളൊക്കെ നോർമലായി ചെയ്യുന്ന ഒരു പ്രശ്നപരിഹാര രീതി. ഓക്കെ, ഇതിലപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് ഇയാളെ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തും ചെയ്യാം. എന്തും ചെയ്തിട്ട് അയാളെ സഹായിച്ചു വന്നാൽ മതി. ഒന്നും നമ്മൾ ആശയങ്ങൾ പറയണ്ട, വന്ന് ചെയ്തോ. ചെയ്ത ആൾക്ക്, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സമ്മാനം തരും. ചെയ്തോ. അത് ശരിയാണല്ലോ അല്ലേ? ഇതാണ് അതിൻ്റെ പരിഹാരം. ഇനി ദേവപ്രിയോട് നടക്കാൻ പറഞ്ഞു നോക്കി. അത്രേ ഉള്ളൂ. അതായത് ആ പ്രശ്നം പരിഹരിക്കാൻ ഇയാൾക്ക് കഴിവുണ്ട്. അയാൾക്ക് കയ്യും കാലും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അയാളുടെ തടസ്സം ഈ തടസ്സമല്ല. അയാളുടെ തടസ്സം, യഥാർത്ഥ തടസ്സം ഇതാണ്. ഇത് കെട്ടി ഇട്ടത് കൊണ്ടാണ് അയാൾക്കത് കടക്കാൻ പറ്റാതിരുന്നത്. നമ്മളാകെ ചെയ്യേണ്ടത് ആ കണ്ണ് കെട്ടഴിച്ച് വിടുക എന്നുള്ള. അവർ പൊക്കോളും. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ളത് നമ്മൾ അയാളെ ഏറ്റി നടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഇയാള് എല്ലാത്തിനും പരിഹാരം, ഇടി അടി കുത്ത്. നമ്മൾ രണ്ടുപേരിരുന്നിട്ട് അടിച്ചില്ലേ, അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടായില്ലേ? മറ്റേ കുട്ടിയുടെ ജീവൻ പകുതി പോയതാണ്. അടിയൊന്നും അവിടെ ചതക്കലായിരുന്നു. അപ്പോൾ ഇത് ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോഴാണ് കൃത്യമായ ഉത്തരത്തിലെത്തി. നമ്മളെല്ലാവരെയും പ്രശ്നം ഏറ്റെടുക്കണ്ട. പണ്ട് ഞാനൊരു വീഡിയോയിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഈ ബാഗ് വാങ്ങിച്ച് തോളിലിടുന്ന ഒരു വീഡിയോ വൻ വൈറലായിരുന്നു. അതായത് ഞാനൊരു ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ അതായത് നിങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ട്, നിങ്ങളെ ബാഗ് ഞാൻ വാങ്ങിച്ചിടുന്നു. ഇയാൾക്ക് പ്രശ്നമുണ്ട്, ആ ബാഗും തലയിലിടുന്നു, ഈ ബാഗും തലയിലിടുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും കണ്ടു? ആ ബാഗ് ഇങ്ങനെ ഇടുന്നൊരു വീഡിയോ കണ്ടിടുന്നു പറഞ്ഞ വീഡിയോ എടുക്കണം, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും പ്രശ്നം തലയിൽ ഏറ്റെടുത്തിട്ട് തളരുകയാണ്. അപ്പോൾ അത് തളരണ്ട എന്ന് പറയുന്നൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ വേറൊരു ഫ്ലാഷ് ഇതുണ്ടായിട്ടോ. ഈ വീഡിയോ വൈറലായി, 5-6 മില്യൺ വ്യൂസ് ഉണ്ടായി. ഒരു ദിവസം കുവൈറ്റിൽ നിന്ന് ഒരു സ്ത്രീ വിളിക്കുന്നു, എൻ്റെ സാറേ എൻ്റെ കാണാതെ പോയ ബാഗ്. ആ ലേഡിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുണ്ട്. ഈ ലേഡി ബാഗ് ഇവിടെ വെച്ചിട്ട്
കുവൈത്തിലേക്ക് പോയി. ആരോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് കുവൈത്തിലാണല്ലോ. അപ്പൊ ഈ സ്ത്രീ ഭർത്താവിന്റെ പെങ്ങൾ ആ ബാഗ് കൊടുത്തിട്ട് ക്ലാസ്സിന് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ആദ്യമായിട്ടാണ് ആക്ടിവിറ്റി ആ ക്ലാസ്സിൽ എടുക്കുന്നത്. അതിൽ ആ സ്ത്രീയുടെ ബാഗ് വാങ്ങിച്ചു, അത് വീഡിയോ വൈറലായി. ഇവര് കുവൈത്തിലിരുന്ന് നോക്കും എൻ്റെ ബാഗ്. അങ്ങനെ ആ വീട്ടുകാർ തമ്മിൽ ഇപ്പൊ വേർപിരിഞ്ഞു അങ്ങനെ എന്തൊക്കെയാണ് വെറുതെ പറഞ്ഞ. അപ്പൊ ഈ പ്രശ്നത്തെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അതായത് നമുക്ക് ആ തടസ്സം, ഇയാൾക്കുള്ള തടസ്സം അതല്ല അല്ലെ, അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കുക? അതല്ല യഥാർത്ഥത്തിലുള്ള തടസ്സം. യഥാർത്ഥത്തിൽ തടസ്സം അയാളുടെ കണ്ണാണ്. അപ്പൊ നമ്മൾ ചിലവരൊന്ന് കെട്ടിയ കണ്ണ് ഒന്ന് അഴിച്ചു വിട്ടാൽ മതി, ചില ആശ്വാസങ്ങളൊന്ന് കൊടുത്താൽ മതി. ആ പ്രശ്നം മുഴുവൻ ഏറ്റെടുക്കണ്ട. ചിലവരുണ്ട് എപ്പോൾ നോക്കിയാലും പ്രശ്നം പറഞ്ഞിട്ട് നമ്മളെ സങ്കടത്തിലാക്കും. ചിലവരോട് ചിലവർക്ക് അങ്ങനെയുണ്ട്. ചിലവരുണ്ട് വിഷമം വിൽക്കാൻ നടക്കും. ആരെ കണ്ടാലും വിഷമം ഇങ്ങനെ തരും. ചിലവരുണ്ട് വിഷമം വാങ്ങാൻ നടക്കും. ആരെ കണ്ട എന്തോ വിഷമമുണ്ടല്ലോ തട്ടിക്കും. അത് തട്ടി അവസാനം ഇവർ തളർന്നു പോകും അല്ലേ? അതൊന്നും വേണ്ട. അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒരു കണ്ണ് തുറന്ന് കൊടുത്താൽ മതി. ആ കണ്ണ് തുറന്ന് ഈ ആശയം പലർക്കും കിട്ടി. അപ്പോൾ ആ കണ്ണ് തുറന്ന നമ്മുടെ പ്രിയപ്പെട്ട മെഹറിന് നല്ലൊരു കൈയ്യടി തന്നോ. കുട്ടികൾക്ക് IIT ക്യാമ്പസ് ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് നിന്നാണല്ലോ വരുന്നത്. അവിടെയൊക്കെ ഒന്ന് കണ്ടു ചുറ്റി നടന്ന ആളുകൾ കുറേ പേര് വന്ന് സെൽഫിയൊക്കെ എടുത്തു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. താങ്ക് യു.